അല്ല, പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ തരുമായിരിക്കും അല്ലേ? ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചോ നിന്നോട്? വിനീതേട്ടാ, കാവേരി, കാര്യമുണ്ട്. നിന്റെ പേരിലുള്ള പ്രശ്നം മാത്രമല്ല, രാഗിണി ബൈക്കിൽ ഇവനെ കെട്ടിപ്പിടിച്ചോണ്ട് പോകുന്നതേ ഞാൻ കണ്ടതാ. ഇപ്പതേ യമുനയും ബൈക്കിൽ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ആളത്ര വെടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നേ? നിവിന് നമ്മളോടുള്ള അടുപ്പമൊക്കെ മതി. എടാ വിനീതേ, അവനൊരു പണക്കാരൻ വന്നിരിക്കുന്നു. നിന്നെ ആരാടാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? വിനീതേട്ടാ, എന്നെ കൊണ്ടുവരാൻ വേണ്ടിയ നിവിനേട്ടൻ. നിന്നോട് ആരാടി ചോദിച്ചേ? പറയാതിരിക്കാൻ വയ്യ നിവിന്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ച് ആദ്യം നിവൻ വരും, പിന്നാലെ നിവന്റെ അമ്മ വരും, അതിന്റെ പുറകെ നിവന്റെ അമ്മാവൻ വരും. എല്ലാം കൂടി താങ്ങാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല. ഞങ്ങളൊന്നും വെറുതെ വിട്ടേക്ക്, ജീവിച്ചു പൊയ്ക്കോട്ടെ. ഞാൻ ഉപകാരവും വേണ്ട, ഉപദ്രവവും വേണ്ട. അത്രയും അടുപ്പൊക്കെ മതി. നമുക്കിവിടെ കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം. ഞാൻ വിനീതേട്ടനോടും പറഞ്ഞിട്ടുണ്ട്. എടാ, നിളയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ടാ ഞാൻ. നിളയുടെ അസുഖമൊക്കെ ഞങ്ങളുടെ പ്രശ്നമാണ് ഇവനെ. നീ അതോർത്ത് ടെൻഷൻ ആവണ്ട. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇനി അടുപ്പമുണ്ടാക്കാന്നായിരിക്കുമല്ലേ നിന്റെ വിചാരം? അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. സോറി, ഞാൻ നിങ്ങൾക്കാർക്ക് ശല്യം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പൊക്കോളാം. സോറി ഗംഗേ. സോറി കാവേരി. ഡി, നീ എങ്ങോട്ട്? അല്ല, അമ്മ ഇവിടെ ഒറ്റയ്ക്ക്. അമ്മയുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. തൽക്കാലം അവിടെ ഇരിക്കേ.